അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. ഇദ് തബറഅ ഒഴിഞ്ഞു മാറുന്ന സമയം. ആര് ഒഴിഞ്ഞു മാറുന്ന സമയം? അല്ലദീന തുബിഉ പിന്തുടരപ്പെട്ടവർ. ആരിൽ നിന്നാണ് അവർ ഒഴിഞ്ഞു മാറുക? മിനല്ലദീന തബഉ പിന്തുടർന്നവരിൽ നിന്ന്. അല്ലദീന തുബിഉ പിന്തുടരപ്പെട്ട നേതാക്കന്മാർ, നായകന്മാർ, ആരാധ്യന്മാർ ഒക്കെയാണ് ഉദ്ദേശം. മിനല്ലദീന തബഉ എന്നിടത്ത് പിന്തുടർന്നിരുന്ന അനുയായികളും പ്രജകളും ആരാധനകൾ നിർവഹിച്ചിരുന്നവരുമാണ് ഉദ്ദേശം. തബറ അല്ലദീന തുബിഉ പിന്തുടരപ്പെട്ടവരുടെ ഒഴിയലും അകലലും. പ്രയോഗം തബറ എന്നാണ്. അൽ ബറാ അല്ലെങ്കിൽ അൽ ബുർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഗതിയിൽ നിന്നുള്ള പുറപ്പാടിനെയും അതിനോടുള്ള വേർപാടിനെയുമാണ് അറിയിക്കുന്നത്. അത്തബറു എന്ന് പറയും. അത്തഖല്ലുസു വത്തബാഉദ് ഒഴിയുക, അകലുക എന്ന അർത്ഥത്തിൽ. ബറഅ്തു മിനദ്ദൈൻ എന്ന് പറയും. കടം വീട്ടി, കടത്തിൽ നിന്ന് മുക്തമായി എന്ന അർത്ഥത്തിന്. ബറ അൽ മരീദു മിൻ മറദിഹി രോഗി രോഗത്തിൽ നിന്ന് മോചിതനായി, പൂർണ്ണമായി സുഖം പ്രാപിച്ചവനായി എന്ന് പറയും. അവിടെ ബറ പ്രയോഗിച്ചത് പരിപൂർണമായി മുക്തമാവുക, മോചിതമാവുക എന്നുള്ള അർത്ഥം തരുന്നതിന് വേണ്ടിയാണ്. ഷഖീഖ് ഇബ്നു സലമ അൽ അസദി തൻ്റെ ഒരു അനുഭവം പറയുന്നത് ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ആഗതനായി. അദ്ദേഹം ഏറെ പരിഭവപ്പെട്ട് പ്രയാസപ്പെട്ടാണ് വരുന്നത്. എന്നിട്ട് പറയുന്നത്, യാ ഉമ്മാ ഖദ് ഖിഫ്തു അൻ യുഹ്ലികനി കസ്റതു മാലി അന അക്സറു ഖുറൈശിൻ മാല. ഉമ്മ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, അതുകൊണ്ട് ഉമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. സമ്പത്തിൻ്റെ ആധിക്യം എന്നെ നശിപ്പിച്ചേക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ഖുറൈശികളിൽ ഏറ്റവും സ്വത്തുള്ള വ്യക്തി ഞാനാണ്. ഇതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 മഹാന്മാരിൽ ഒരാളാണ്. പരിഭവപ്പെട്ട് പറയുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, യാ ബുനൈ അംഫിഖ്, എൻ്റെ മകനെ നീ ദാനം ചെയ്യ്, ചെലവഴിക്ക്. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന മിൻ അസ്ഹാബി മൻ ലാ അറാഹു വലാ യറാനി ബഅദ അൻ ഉഫാരിഖഹു. തീർച്ചയായും എൻ്റെ സഹാബികളിൽ ചിലരുണ്ട്, ഞാൻ അവരോട് വിട പറഞ്ഞതിന് ശേഷം ഞാൻ കാണാത്തവരും എന്നെ കാണാത്തവരുമായവർ. അള്ളാഹു കാക്കട്ടെ. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ദാനം ചെയ്യാനും ചെലവഴിക്കാനും അദ്ദേഹത്തോട് മഹദി ഉപദേശിച്ചു എന്നാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള നിർദ്ദേശവും അറിയിപ്പും കേട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടം വിട്ട് ഇറങ്ങി വഴിയിൽ വെച്ച് ഉമറിനെ കണ്ടു എന്നാണ്. അങ്ങനെ ഉമറിനോട് അബ്ദുറഹ്മാൻ എന്നവർ ഈ വിവരം പറഞ്ഞു. സഹാബികളിൽ ചിലർ, തിരുനബിയെ കാണാൻ അവസരമില്ലാത്തവർ, തിരുനബി അവരെ കാണാനും അവസരമില്ലാത്ത അവസ്ഥ, തിരുവിയോഗശേഷം. അത് കേട്ട ഉമർ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ഓടിപ്പാഞ്ഞെത്തി. എന്നിട്ട് മഹദിയോട് പറഞ്ഞു, അൻഷുദുകി ബില്ലാഹ് അന മിൻഹും. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആ ഗണത്തിൽ ഞാനുണ്ടോ? അപ്പോൾ മഹദി പറഞ്ഞു, ല ഉമർ, നിങ്ങളതിൽ ഇല്ല. എന്നിട്ട് മഹദി അനുബന്ധം പറഞ്ഞു, വലൻ ഉബർരിഅ അഹദൻ ബഅദക അബദ. താങ്കളോട് ഞാൻ താങ്കൾ അതിലില്ല എന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും ഒരാളെയും ഞാൻ ഇങ്ങനെ ഒഴിവാക്കി പറയില്ല എന്ന്. ഞാൻ ഇതിവിടെ ഉണർത്തിയത് മഹദിയുടെ ഒരു പ്രയോഗമാണ്. വലൻ ഉബർരിഅ അഹദൻ ബഅദക അബദൻ. ഉബർരിഅ ഞാൻ മാറ്റി നിർത്തുകയില്ല, ലൻ ഉബർരിഅ ഞാൻ മാറ്റി നിർത്തുകയില്ല, ഞാൻ ഒഴിവാക്കുകയില്ല എന്നാ പ്രയോഗം. ഇത്തബറ അല്ലദീന തുബിഉ എന്നിടത്ത് തബറ എന്നത് അർത്ഥമാക്കുന്നത് എന്ത്? ഇത് മനസ്സിലാക്കാനാണ് ഈ ചരിത്രം ഇവിടെ ഉദ്ധരിച്ചത്. ഒഴിയുക, മാറ്റി നിർത്തുക, അകറ്റുക, ഇതൊക്കെയാണ് ഈ പദം അർത്ഥമാക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ അർത്ഥം, ഈ പദത്തിൻ്റേത് ഇങ്ങനെ അന്വേഷിക്കുന്നത്? പരലോക കോടതിയിൽ
അനുയായികളെ നേതാക്കന്മാർ, ആരാധിച്ചിരുന്നവരെ ആരാധ്യന്മാർ എങ്ങനെ അകറ്റും, അവരിൽ നിന്ന് അകന്നു മാറും, അവരിൽ നിന്ന് നിരുത്തരവാദികളാകും, ഒഴിയും, ഇത് ഉൾക്കൊള്ളാനാണ്.